فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لن تنالوا البر حتى تنفقوا مما تحبون وما تنفقوا من شيء فإن الله به عليم. ആദരണീയരായ സത്യവിശ്വാസികളെ, മാന്യ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ചും അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ജീവിതത്തിൽ പരിഗണിച്ചും ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ആദ്യമേ ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. സത്യവിശ്വാസികൾ ഭൂമുഖത്ത് പലതരത്തിലുള്ള പരീക്ഷണങ്ങളും ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവരാണ്. ഒരു കാലത്തും സുഖലോലുപരായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിശ്വാസിക്ക് നിനക്കാവതല്ല. പൂർവപ്രവാചകരുടെയും സലഫു സ്വാലിഹുകളുടെയും ചരിത്രങ്ങൾ ഖുർആനും സുന്നത്തുമൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. മക്കയിലെ മുസ്ലിമീങ്ങൾ നിർദ്ദയമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ റോമിലും പേർഷ്യയിലും സത്യനിഷേധികളായ ആളുകൾ നല്ല സുഖത്തിലും സന്തോഷത്തിലും കഴിഞ്ഞുകൂടുകയായിരുന്നു. മുസ്ലിമീങ്ങൾക്ക് മക്കയിൽ പീഡനമുണ്ടായിരുന്നു. അത് മദീനയിലേക്കും കൊണ്ടുവരാൻ നിരന്തരം ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇഷ്ടപ്പെട്ടതും വേണ്ടപ്പെട്ടതും അതുപോലെ തന്നെ ഉറ്റവരും മുടിയവരുമൊക്കെ മക്കയിൽ ഒഴിവാക്കിക്കൊണ്ട് വിശ്വാസികൾ ആദർശ സംരക്ഷണത്തിനു വേണ്ടി മക്ക വിട്ട് ആദ്യത്തിൽ എത്യോപ്യയിലേക്ക്, അതൊരു ആഫ്രിക്കൻ കൺട്രിയാണ്, ഒരിക്കലും ഒരു സുഖവാസ കേന്ദ്രമായിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി വരെ ആ ആഫ്രിക്കൻ കൺട്രിയിലേക്ക് ഹിജറ പോയവരുടെ കൂട്ടത്തിൽപ്പെടും. നമുക്കറിയാവുന്ന ചരിത്രമാണ്, പരത്തി പറയേണ്ടയില്ല. അതൊക്കെ കഴിഞ്ഞ് മക്ക വിട്ട് മദീനയിലേക്ക് പോയപ്പോഴും വിശ്വാസികളെ പരീക്ഷണങ്ങൾ പിന്തുടർന്നുകൊണ്ടിരുന്നു. അവിടെയൊക്കെ ആദർശ സംരക്ഷണത്തിനു വേണ്ടി അവർ ക്ഷമാലുക്കളായി നിലകൊണ്ടു എന്നതാണ് ചരിത്രം. ഇന്ന് ഇന്ത്യ രാജ്യത്താണെങ്കിലും അതല്ലെങ്കിൽ മുസ്ലിം ലോകത്താണെങ്കിലും വിശ്വാസി സമൂഹത്തിന് വിവിധങ്ങളായ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ മാത്രം പരീക്ഷിക്കപ്പെടുന്നത്? മറ്റുള്ളവരൊക്കെ നല്ല സുഖലോലുപരാണല്ലോ. ഇസ്ലാം പഠിപ്പിക്കുന്ന സംഗതി നിങ്ങൾ ക്ഷമിക്കൂ, ആ ക്ഷമക്കാണ് സ്വർഗം. സുഖലോലുപരായി ജീവിച്ചതുകൊണ്ട് സ്വർഗം കിട്ടുമെന്ന് പറയാൻ വയ്യ എന്ന് മാത്രമല്ല, അത് പലപ്പോഴും നമുക്ക് നരകമാണ് നേടിത്തരിക. നിരന്തരമായി മുസ്ലിമീങ്ങളെയാണ് പരീക്ഷണങ്ങൾ പിന്തുടരുന്നത്. ലോകമെമ്പാടും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ
ആ സുഖലോലുപതയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അപ്പുറത്ത് നോക്കിയിട്ടാണ് മനക്കോട്ട കെട്ടുക. പേരുപോലും ശരിക്കൊരു മുസ്ലിമിന്റെ പേരിട്ടാൽ രക്ഷയില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. കാരണം പലപ്പോഴും സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തതിൽ പ്രധാന പങ്ക് വഹിച്ചവർ യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളാണ്. ഇന്ത്യ ഗേറ്റിൽ ആ ചരിത്രമാണ് രേഖപ്പെടുത്തപ്പെട്ടിരുന്നത്. ഓരോന്നോരോന്നായി മായ്ക്കപ്പെട്ടപ്പോൾ ആ ചരിത്രങ്ങളും മായ്ക്കപ്പെട്ടു എന്നതാണ് വസ്തുത. സ്വാതന്ത്ര്യ സമര ചരിത്രം പഠിപ്പിക്കുമ്പോഴും ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രം പഠിപ്പിക്കുമ്പോഴുമൊക്കെ പലപ്പോഴും മുസ്ലിം നാമങ്ങൾ കുറേശ്ശെ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുക. ഏതാവട്ടെ, ഇന്ന് മുസ്ലിമീങ്ങൾ ആ ചരിത്രം എല്ലാ അർത്ഥത്തിലും വിസ്മരിക്കപ്പെടുകയും വീണ്ടും മുസ്ലിമീങ്ങൾ പരീക്ഷണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഭാഗമാണ്, അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വഖഫ് ബില്ല്. ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി മുസ്ലിം രാജാക്കന്മാരും ഇസ്ലാമിനോട് അഭ്യുദയകാംക്ഷികളായി നിലകൊണ്ടയാളുകളും, അത് പ്രത്യേകം എടുത്തു പറയേണ്ട സംഗതിയാണ്. കാരണം മുസ്ലിമീങ്ങൾ ഇവിടെ ഇസ്ലാമത പ്രചരണത്തിന് വേണ്ടി വന്നപ്പോൾ അവർക്കൊരു തുണ്ട് ഭൂമി ഉണ്ടായിരുന്നില്ല. ഈ ഇസ്ലാമിൽ എല്ലാവരും വിശ്വസിക്കണം, അതിനെ നമ്മൾ നെഞ്ചേറ്റണം, അത് വളർത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കോഴിക്കോട്ടെ സാമൂതിരിമാരെ പോലെയുള്ള രാജാക്കന്മാര് മുസ്ലിമീങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത്. ചേരമാൻ പെരുമാളിന്റെ ചരിത്രം പരിശോധിച്ചാലും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ പല രാജകുടുംബങ്ങളും മുസ്ലിങ്ങളല്ലാത്തവർ പോലും ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് സഹായകമായ രൂപത്തിൽ അവർ ഭൂമി വിട്ടുകൊടുത്തിട്ടുണ്ട്, മറ്റു പല സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരു പുതുമുള്ള കാര്യമല്ല. നമ്മുടെ ഇപ്പോഴത്തെ അമെൻമെന്റിൽ പ്രത്യേകം ഒരു ഭേദഗതി, 44 ഭേദഗതിയിൽ ഒരു ഭേദഗതി എന്താണെന്നറിയോ? ഒരാൾക്ക് അയാളുടെ ദാനം വഖഫായി ധനം ദാനം ചെയ്യണമെങ്കിൽ അയാൾ 5 കൊല്ലത്തെ മുസ്ലിമായി ജീവിച്ച പ്രാക്ടീസ് ചെയ്ത തെളിവ് വേണം. എന്നുവെച്ചാൽ ഒരു അമുസ്ലിമും ഇസ്ലാമിനോട് മമത കാണിച്ചിട്ട് അയാളുടെ ഒരു ധനം മുസ്ലിമീങ്ങൾക്ക് വിട്ടുകൊടുക്കരുത്. അങ്ങനെ വിട്ടുകൊടുത്താൽ അത് വഖഫായി ഗണിക്കൂല. ഇനി അതിൻ്റെ ഒക്കെ പുറമെ ഇപ്പോഴത്തെ ഈ നിയമങ്ങൾ ഒരു മുൻകാല പ്രാബല്യം വേണമെങ്കിൽ സർക്കാരിന് കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവന്നാൽ എന്താകും? അതും കൂടെ പിടിച്ചെടുക്കാം. ചുരുക്കി പറഞ്ഞാൽ ഈ ഇസ്ലാമിലെ വഖഫ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളെ പണ്ടത്തെ CAA പോലെയല്ല. അതിവിടെ നിയമമായിട്ട് ഇവിടെ ഉണ്ട്. അതൊരു വാളായിട്ട് നമ്മുടെ തലക്ക് മേലെ തൂങ്ങി നിൽക്കുന്നുണ്ട്. ആർക്ക് എപ്പോൾ വേണമെങ്കിലും നടപ്പാക്കാം. അത് അവസരം കിട്ടുമ്പോൾ എടുക്കാം. ഈ വഖഫ് നിയമം അങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ പെട്ടെന്ന് നടപ്പാക്കിയെന്ന് വരില്ല, പക്ഷെ നിയമമാക്കി വെച്ചാൽ തങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം വന്നാൽ അത് നടപ്പിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഒരൊറ്റ പാതിരാവില് അത് നിയമമാക്കി ചുട്ടെടുത്തത്. എന്തൊരു ധൃതിയായിരുന്നു! രാവും പകലും വെച്ചിട്ടാണ് അതിൻ്റെ ചർച്ച നടന്നതും അത് വോട്ടെടുപ്പ് നടന്നതും അത് നിയമമാക്കി പാസാക്കിയെടുത്തതും. ബാത്റൂമുക്ക് പോലും പോകാൻ സൗകര്യം കൊടുക്കാത്ത രൂപത്തിൽ അങ്ങനെ നമ്മുടെ രാഷ്ട്രപതി അതിൽ ബില്ല് ഒപ്പുവെക്കുകയും ചെയ്തു. എന്തൊരു ധൃതിയായിരുന്നു! തങ്ങളുടെ ഘോഷയാത്ര പോകുന്ന വഴിയിലൊന്നും ഒരു പള്ളി മിനാരമോ പള്ളിയോ കാണാൻ പാടില്ല എന്ന് ശഠിക്കുന്നവരാണ്. മുസ്ലിമീങ്ങൾക്ക് ഗുണം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴത്തെ വഖഫ് ബില്ലിൽ 44 ഭേദഗതികൾ കൊണ്ടുവന്നത് എന്ന് വിശ്വസിക്കാൻ മാത്രം ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾ വിഡ്ഢികളാണോ? സഹോദരങ്ങളെ, ആലോചിച്ചു നോക്കുക. 1953 ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി മുസ്ലിം രാജാക്കന്മാർ നൽകിയ ധനമൊന്നും അന്യാധീനപ്പെട്ടു പോകാൻ പാടില്ല എന്ന് വിചാരിച്ചാണ് വഖഫിന് ഒരു നിയമം കൊണ്ടുവന്നത്. അത് പ്രഥമ പ്രധാനമന്ത്രി.
ഇന്നത്തെ പ്രധാനമന്ത്രിന് എന്ത് വിശേഷണമാണ് നൽകേണ്ടത് എന്ന് എനിക്കറിയില്ല. പലതും പറയാനുണ്ട്, പക്ഷെ ഒരു മിമ്പറിൽ വെച്ചതൊന്നും പറയാൻ പറ്റൂല. അതുകൊണ്ട് ഓരോരുത്തർക്കും പറ്റിയ പാകത്തിൽ വിശേഷണം കൊടുക്കാവുന്നതാണ്. നമ്മുടെ പ്രധാനമന്ത്രി എന്താ ചെയ്ത് 44 അമെൻമെന്റുകൾ കൊണ്ടുവന്നിട്ട് ഈ മുസ്ലിമീങ്ങളുടെ മുഴുവൻ പുരോഗതിക്കും തടസ്സം കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. കാരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഖഫ് ഭൂമിയിലാണ്, ആശുപത്രികൾ വഖഫ് ഭൂമിയിലാണ്, കോളേജുകളും യൂണിവേഴ്സിറ്റികളും വഖഫ് ഭൂമിയിലാണ്, ആരാധനാലയങ്ങൾ മാത്രമല്ല. അപ്പോ ഒരു സമൂഹത്തിന്റെ സർവതോമുഖമായ പുരോഗതിക്ക് വിഘാതം നിൽക്കുന്ന രൂപത്തിലാണ് വഖഫിന്റെ ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത്. അത് അങ്ങനെ അത്ര പെട്ടെന്ന് ഏതെങ്കിലും ഒരു മുൻപത്ത് ഇത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടുവന്ന ഒരു സംഗതിയൊന്നല്ല. വളരെ ആസൂത്രണം ചെയ്ത് മുസ്ലിമീങ്ങളുടെ സർവതോമുഖമായ പുരോഗതിക്ക് അതിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന രൂപത്തിലുള്ള ഒരു നിയമമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. മുസ്ലിമീങ്ങൾ ബോധവാന്മാരാകണം. തങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെയാണ് അത് തടഞ്ഞിട്ടുള്ളത്, തങ്ങളുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തെയാണ് അത് തടഞ്ഞിട്ടുള്ളത്. വഖഫ് എന്നതൊരു ഇബാദത്താണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ഒരാൾ തൻ്റെ അധീനതയിൽപ്പെടുന്ന ധനം എക്കാലത്തുമുള്ള വിശ്വാസി സഹോദരങ്ങൾക്ക് സമൂഹത്തിന് ഗുണം കിട്ടാൻ പാകത്തിൽ ധർമ്മം ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ വഖഫ്. ആ വഖഫ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതലേ ഉണ്ട്. ഞാൻ ഓതിക്കേൾപ്പിച്ച ആയത്ത് വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലു ഇംറാനിലെ 92-ാമത്തെ ആയത്താണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസി സമൂഹത്തോട് ഉദ്ഘോഷിക്കുന്നത് ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. ഒരിക്കലും ലൻ തനാലു അൽ ബിർറ, നിങ്ങൾക്ക് നന്മ കരഗതമാകാൻ കഴിയില്ല തന്നെ. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ധനം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കാൻ തയ്യാറാകുന്നത് വരെ ഒരിക്കലും നിങ്ങൾക്ക് ഗുണം അല്ലെങ്കിൽ നന്മ പുണ്യം കരസ്ഥമാക്കാൻ കഴിയില്ല. മദീനപ്പള്ളി ആ രൂപത്തിൽ ഒരു വഖഫ് ഭൂമിയിൽ ഉണ്ടാക്കപ്പെട്ടതന. അള്ളാഹുവിൻ്റെ റസൂല് മദീനയിലെത്തിയപ്പോൾ ആ പള്ളിയുടെ സ്ഥലം ആരുടേതാണെന്ന് അന്വേഷിച്ചു. അത് തനിക്ക് വിലക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ മദീനപ്പള്ളിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള സുന്ദരമായ തോട്ടമായിരുന്നു അബൂ തുൽഹത്തുൽ അൻസാരിയുടെ അൽ ബൈറുഹ എന്ന തോട്ടം. ഈ ആയത്ത് അവതരിച്ചപ്പോ അബൂ തുൽഹ റളിയല്ലാഹു അൻഹു പ്രവാചകനെ സമീപിച്ചു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, ഇങ്ങനെയാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ധനം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്നതുവരെ നൽകുന്നതുവരെ നിങ്ങൾ ഒരിക്കലും പുണ്യം കരഗതമാക്കുകയില്ല എന്ന്. എങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ധനം പ്രവാചകരെ ഈ ബൈറുഹ തോട്ടമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഏറെ പ്രിയങ്കരമായിരുന്നു. ശീതള ഛായയിൽ ഫലസമൃദ്ധമായി നിൽക്കുന്ന ആ ഈന്തപ്പനകൾ നിറഞ്ഞ ആ തോട്ടം, അരുവി ഒഴുകുന്നുണ്ടായിരുന്നു അതിൻ്റെ മധ്യത്തൂടെ. അള്ളാഹുവിൻ്റെ റസൂൽ തണലുകൊള്ളാനും വെള്ളം കുടിക്കാനും ആ ബൈറുഹ തോട്ടത്തിൽ പലപ്പോഴും ഇറങ്ങിയിരിക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ തുൽഹ റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾക്കത് താങ്കളുടെ കുടുംബക്കാരിൽ ദാനം ചെയ്യാം. വഖഫിനൊരു നിബന്ധന ഉണ്ട്. എന്താണ്? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആ ധനം ദാനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ചെടുക്കാൻ പാടില്ല. അതാണ് വഖഫിൻ്റെ ഒരു സ്വഭാവം. വൺസ് എ വഖഫ് ഓൾവേസ് വഖഫ്. നമ്മളുടെ വഖഫ് ആക്ടിലൊക്കെ പറയുന്നതാണ്. നമ്മുടെ 44 ഭേദഗതി കൊണ്ടുവന്നപ്പോൾ അതിനൊക്കെ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഇരിക്കട്ടെ, ഏതായിരുന്നാലും ഒരിക്കൽ വഖഫ് ചെയ്ത ഭൂമി അത് എക്കാലത്തും വഖഫായി നിലകൊള്ളണം.
നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും ഹദീസ് പണ്ഡിതന്മാരുമൊക്കെ അങ്ങനെ അതിന് വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. വഖഫ് ചെയ്യുന്ന സ്വത്ത് സ്വന്തം മുൽക്കിൽ, സ്വന്തം ഓണർഷിപ്പിൽ ഉള്ളവർ മുതലേ ഒരാൾക്ക് വഖഫ് ചെയ്യാൻ പാടുള്ളൂ. അയ്യക്കൂന മാലുൽ വഖഫി മുൽക്കൻ ലിൽ വാഖിഫ് എന്നാണ് അതിന് അറബിയിൽ പറയുക. മറ്റൊന്ന് ഫമൻ ഔഖഫ അർളൻ ഔ ദാറൻ ലില്ലാഹ് ഫഖദ് ഖറജത് അൻ മുൽക്കി. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ അങ്ങനെ ഒരു ദാനം വഖഫ് ചെയ്തു കഴിഞ്ഞാൽ അത് അയാളുടെ അവകാശത്തിൽ നിന്ന് പോയി. പിന്നീട് ഒരിക്കലും അയാൾക്ക് അതിന്റെ ഓണർഷിപ്പ് അവകാശപ്പെടാൻ പറ്റില്ല. ഫലാ തുബാഉ, അതൊരിക്കലും വിൽക്കപ്പെടാൻ പാടില്ല. വലാ തൂഹബു, അത് വേറൊരാൾക്ക് ദാനമായിട്ട് നൽകാൻ പാടില്ല. വലാ തൂറസു, അത് ഒരിക്കലും അനന്തര സ്വത്തായി എടുക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ വഖഫ് സ്വത്തിനുണ്ട്. ഏതായിരുന്നാലും അള്ളാഹുവിന്റെ റസൂല് ഈ ആയത്തോതി കേൾപ്പിച്ചപ്പോ ബൈറുഹ എന്ന തനിക്ക് ഏറ്റവും പ്രിയങ്കരമായ ആ തോട്ടം അള്ളാഹുവിന്റെ മാർഗത്തിൽ വഖഫ് ചെയ്യാൻ അബൂ തുൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു തയ്യാറായി. ഉമർ റളിയല്ലാഹു അൻഹുവിന് ഖൈബറിൽ ഇതുപോലെ ഭൂമിയും തോട്ടവും ഉണ്ടായിരുന്നു. ഈന്തപ്പന നിറഞ്ഞ തോട്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്ന് ആ തോട്ടം ദാനം ചെയ്യാനാണ് തയ്യാറായത്. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. ബിഉറു റൂമ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഒരു കിണർ മദീനാവാസികൾക്ക് വെള്ളം ലഭിക്കാത്ത സാഹചര്യത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കുഴിച്ച കിണറാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ ഹഫറ റൂമ ഫലഹുൽ ജന്ന എന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടപ്പോ അങ്ങനെ ഒരു കിണർ ഞാൻ കുഴിക്കുകയുണ്ടായി. ജൂതന്മാരുടെ കയ്യിൽ നിന്നും കിണർ വാങ്ങിയിട്ട് മുസ്ലിമീങ്ങൾക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ദാനം നൽകിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇതൊക്കെ പവിത്രമായ ദാനങ്ങളായിട്ടാണ് ഗണിക്കപ്പെടുന്നത്. ഇനിയും ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈ രൂപത്തിലുള്ള വഖഫ് നൽകാൻ തയ്യാറായാൽ അതിന് കുറെ എണ്ണം എടുത്തു പറയുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇന്ന മിമ്മാ യുൽഹിഖുൽ മുഅ്മിൻ മിൻ അമലി വഹസനാതിഹി ബഅദ മൗതി ഇൽമൻ അല്ലമ വനശറ. അതിൽ ഒരു വഖഫ് നൽകാൻ പറ്റിയ ഒരു സംഗതിയായി, ഒരു വഖഫായി ഗണിക്കുന്ന ഒരു സംഗതിയായി ഇൽമിനെ പറയുന്നുണ്ട്. ഒരാൾ ഇൽമ് പ്രചരിപ്പിച്ചു, അതുപോലെ തന്നെ വനശറ, അത് പ്രചരിപ്പിച്ചു. വലദൻ സ്വാലിഹൻ തറക എന്നും കൂലി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഗണത്തിൽ സദഖത്തുൻ ജാരിയയായി അള്ളാഹുവിന്റെ റസൂൽ എണ്ണിപ്പറഞ്ഞ വഖഫ് ധനം പോലെ കണക്കാക്കുന്ന സംഗതിയായിട്ട് റസൂലുള്ള പരിചയപ്പെടുത്തി. വലദൻ സ്വാലിഹൻ തറക, തന്റെ സ്വാലിഹായ ഒരു സന്താനം. ആ സ്വാലിഹായ സന്താനം എന്തെല്ലാം നന്മകൾ ചെയ്താലും അതിന്റെ ഒരു വിഹിതം ആ പിതാവിന് അല്ലെങ്കിൽ മാതാവിന് കിട്ടിക്കൊണ്ടിരിക്കുമെന്നർത്ഥം. മുസ്ഹഫൻ വറസ, അതല്ലെങ്കിൽ ഒരു മുസ്ഹഫ് ഒരാൾ ദാനമായി നൽകി. ഔ മസ്ജിദൻ ബന, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ ഒരു പള്ളി പണിതു. ഔ ബൈതൻ ലിബ്നി സബീലി ബന, അതല്ലെങ്കിൽ യാത്രക്കാരനായ ആളുകൾക്ക്, ഇന്നത്തെ മാതിരിയല്ല, പണ്ടത്തെ യാത്രക്ക് ആളുകൾ വിശ്രമിക്കാനും അന്തിയുറങ്ങാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന സത്രങ്ങൾ പോലെയുള്ള ഭവനങ്ങൾ, അത് ദാനമായി നൽകേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ ആരെങ്കിലും ഒരു വഴിയാത്രക്കാരൻ ഉപകരിക്കുന്ന രൂപത്തിൽ ഒരു വീട് പണിതു. ഔ നജ്റൻ ഔ നഹ്റൻ അജ്റ, അതല്ലെങ്കിൽ ജലസേചനത്തിന് പറ്റിയ പാകത്തിൽ ഒരു നദി ഒഴുക്കി, അതുമല്ലെങ്കിൽ
നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു കാര്യം പറഞ്ഞത് ഔ സദഖ അഖ്റജഹാ മിൻ മാലിഹി ഫീ സിഹ്ഹതിഹി വഹയാതി. തന്റെ ജീവിതകാലത്ത് തന്റെ ആരോഗ്യ സമയത്ത് തന്നെ ഒരാൾ ഏതെങ്കിലും ഒരു ധനം ദൈവമാർഗത്തിൽ ദാനം ചെയ്താൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തുൽഹിഖുഹു മിൻ ബഅദി മൗതി, അതിന്റെ ഗുണം തന്റെ മരണാനന്തരം അവന് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മളെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഹദീസാണ് ഇദാ മാത ഇബ്നു ആദം ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ് സദഖത്തിൻ ജാരിയ ഔ ഇൽമിൻ യൻതഫഉ ബിഹി ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു. 3 കാര്യങ്ങൾ അത് മരണാനന്തരവും ഒരു മയ്യത്തിന് അതിന്റെ ഗുണം കിട്ടിക്കൊണ്ടിരിക്കും. സദഖത്തിൻ ജാരിയ, നിലക്കാത്ത സദഖ, ഔ ഇൽമി യൻതഫഉ ബിഹി, അല്ലെങ്കിൽ ഉപകാരപ്രദമായ വിജ്ഞാനം, ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, അതല്ലെങ്കിൽ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനം. ഇതൊക്കെ മരണാനന്തരവും ഒരു വിശ്വാസിക്ക് കൂലി കിട്ടുന്നതാണ്, വഖഫ് പോലെ തന്നെ. അപ്പോൾ വഖഫ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മരണാനന്തരം തനിക്ക് കൂലി കിട്ടണമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു വിശ്വാസി തൻ്റെ ധനത്തിൽ നിന്ന് ദാനം ചെയ്യുന്നതാണ്. ഇന്ത്യ രാജ്യത്ത് തന്നെ പലപ്പോഴായി വഖഫ് സ്വത്തിൽ കണ്ണു നട്ടിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചാബിലും ഹരിയാനയിലും ഡൽഹിയിലുമൊക്കെയുള്ള ആയിരക്കണക്കായ ഏക്കർ സ്വത്തുകൾ പിടിച്ചെടുക്കാൻ കണ്ണു നട്ടിട്ടുള്ള ചില പദ്ധതികളാണ് യഥാർത്ഥത്തിൽ ഈ 2025 വഖഫ് അമെൻമെന്റ് ആക്ട് എന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും വ്യക്തമായ സംഗതിയാണ്. ഇന്ത്യയിൽ ഒട്ടേറെ ധനം ഡൽഹിയിൽ മാത്രം ഇങ്ങനെ 685 വഖഫ് സ്വത്തുകൾ കയ്യേറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഡൽഹി ജുമാ മസ്ജിദ് നിൽക്കുന്ന സ്ഥലം പോലും ഈ രൂപത്തിൽ കയ്യേറ്റ ഭീഷണിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആന്ധ്രാപ്രദേശിൽ 81,000 ഏക്കർ ഭൂമി, കർണാടകയിൽ 135 വഖഫ് സ്വത്തുക്കൾ, ഹരിയാനയിൽ 891 വഖഫ് സ്വത്തുക്കൾ, ബീഹാറിൽ 94 വഖഫ് സ്വത്തുക്കൾ, ഈ കൊച്ചു കേരളത്തിലാണെങ്കിൽ 30-ലധികം വഖഫ് സ്വത്തുക്കൾ ഒക്കെ കയ്യേറ്റം ചെയ്യപ്പെട്ട് കഴിഞ്ഞ ഭൂമികളാണ്. ബോംബെയില് അംബാനിയുടെ അംബരചുംബിയായ ആ സൗധം പോലും കയ്യേറ്റ ഭൂമിയിലാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സമുദായ പുരോഗതിയല്ല ഇതിലൂടെ ചില ആളുകൾ ഇനിയിപ്പോ ഇതിന്റെ ക്യാമ്പയിൻ നടത്താൻ പോവുകയാണ്. ഇത് മുഅ്മിനീങ്ങൾക്ക് വലിയ ഗുണമാണ് ഇതുകൊണ്ട് കിട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ക്യാമ്പയിൻ നടത്താൻ പോവുകയാണ്. വിശ്വാസി സമൂഹം ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട്. ആ നിയമം ഇവിടെ നടപ്പിലാകാൻ പാടില്ല. കാരണം അത് മുസ്ലിം ഉമ്മത്തിന്റെ സർവതോമുഖമായ നാശം മാത്രം ലാക്കാക്കിക്കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണെന്ന് തിരിച്ചറിയണം. നിയമമാക്കിയതാണ് CAA-യും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് നിയമങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ അത് കരിം നിയമങ്ങളായി കണക്കാക്കുകയും ഒരിക്കലും ഇന്ത്യ രാജ്യത്ത് പുറത്തെടുക്കാൻ പറ്റാത്ത വിധത്തിൽ മുസ്ലിം ഉമ്മത്ത് ശക്തമായി ഏതേത് രൂപത്തിലൊക്കെ ജനാധിപത്യ പ്രക്രിയയിലൂടെ അതിനെ ചോദ്യം ചെയ്യാനും അതിനെതിരെ പ്രതികരിക്കാനും അത്തരം കരിനിയമങ്ങൾ മുസ്ലിമീങ്ങളിൽ നടപ്പാക്കാതിരിക്കാൻ പ്രതിരോധ നിര സൃഷ്ടിക്കാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യുക എന്നത് ഒരു മതവിശ്വാസിയുടെ ബാധ്യതയായി കാണണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനും മുസ്ലിം സമൂഹത്തിനും നാശം ഉദ്ദേശിച്ചുകൊണ്ട് ഏത് ശത്രു ഏത് നിയമങ്ങൾ കൊണ്ടുവന്നാലും അതിനൊക്കെ എതിരെ പ്രതികരിക്കാനും അവയെ തോൽപ്പിക്കുവാനും മുസ്ലിം ഉമ്മത്തിന്റെ കെട്ടുറപ്പും ഇസ്സത്തും ശക്തിയും വളർത്തുവാനും സത്യവിശ്വാസികളായ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരവും തൗഫീഖും ഈമാനും തഖ്വയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله
അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തി തഖ്വയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഒരിക്കൽ കൂടി ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഏപ്രിൽ മെയ് മാസക്കാലം മിക്കവാറും നമ്മുടെ കുട്ടികൾക്ക് അവധിക്കാലമാണ്. നമ്മുടെ കുട്ടികൾ ഈ അവധിക്കാലത്തെങ്കിലും ഒന്ന് കളിച്ച് സ്വാതന്ത്ര്യത്തോടെ ആരുടെയും മുഖം നോക്കാതെ ഒന്നാണ്ട് വളരട്ടെ എന്ന് വിചാരിക്കുന്നവരാണ് നല്ലവരായ പല രക്ഷിതാക്കളും. സ്വാതന്ത്ര്യത്തിനൊരു കുറവില്ല എന്നർത്ഥം. ആ സ്വാതന്ത്ര്യം കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ അവൻ്റെ ഉറക്ക് ഉണർത്തലില്ല. നമ്മളെ പള്ളി പോക്കുള്ളൂ. നമ്മളെ കുട്ടികൾ പള്ളിയിലെത്തലില്ല. കാരണം ഓനഞ്ഞിപ്പോൾ ഈ സുഖസുന്ദരായിട്ടുള്ള ആ സുഷുപ്തിയിലാണ്ട് കിടക്കണ മോനെ വിളിച്ചുണർത്തിക്കാണ്ട് ശല്യം ചെയ്യണ്ട. ആ ഒരു തന്തവൈബിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മളൊന്നും ഉപദേശിക്കലുമില്ല. അനങ്ങിയ ഉപദേശമാണ്. കാലം മാറിയില്ല, എന്തിനാണ് ഇത്ര ഉപദേശം എന്ന് കുട്ടികൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. രക്ഷിതാക്കൾക്കും ഉപദേശിക്കാൻ പേടിയാണ്. പഠിപ്പിക്കുന്ന അധ്യാപകർക്കും ടീച്ചേഴ്സിനും അങ്ങനെ തന്നെയാണ്. ഉപദേശിക്കൽ വലിയ പേടിയാണ്. ഉപദേശം വിപരീത ഫലം ചെയ്യുമെന്നാണ് എല്ലാവരും ഭയപ്പെടുന്നത്. ഈ ബാപ്പ അങ്ങനെ ഉപദേശിച്ച് വല്ലാതെ പീഡിപ്പിക്കുന്നുണ്ട് എന്ന് ഏതെങ്കിലും ഒരു മോനോ മോളോ പറഞ്ഞാൽ ആ ബാപ്പ കൂട്ടിലാകാൻ അതെന്നെ മതി. എന്നുവെച്ചാൽ സർവതന്ത്ര സ്വതന്ത്രരാണ് നമ്മുടെ കുട്ടികൾ. ഇത് ഇസ്ലാമിക വീക്ഷണത്തിന് നിരക്കുന്നതല്ല. വേണ്ടി വന്നാൽ കുട്ടികളെ ഉപദേശിക്കണം. ഞാൻ അടിക്കേണ്ടി വന്നാലോ അവനെ അടിച്ച് കാല് മുറിച്ചിടണം എന്നൊന്നും അല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഫദ്രിബൂഹും അലൈഹ എന്ന് പറഞ്ഞ അടിയുണ്ടല്ലോ, അത് ഓനൊരു ചെറിയ ഒരു ഷോക്ക് ട്രീറ്റ്മെൻ്റാണ്. അവനെ കാര്യം ഒന്ന് ബോധ്യപ്പെടുത്താനാണ്. ഇനി അത് നമ്മൾ അത് മാറ്റിവെച്ചാലും ഉപദേശം നിർത്താൻ പാടില്ല. മോനെ ഞാൻ പള്ളി പോവാണ്, ഇപ്പം എന്താ പണി? നിർത്തിക്കാളെ, വന്നിട്ടെടുക്കാലോ, വാ നമ്മൾ പള്ളി പോവാ. ഇത് പറയാൻ നമ്മൾ ബാധ്യസ്ഥരാ. പക്ഷെ അത് പറയുന്നില്ല. അവൻ ചെയ്യുന്ന ഏത് ചെയ്തിയെയും ന്യായീകരിക്കാനാണ് പലപ്പോഴും ഇക്കാലഘട്ടത്തിൽ രക്ഷിതാക്കൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സാധാരണ കേട്ട ആ കവിത ഉണ്ടല്ലോ, നഈബു സമാനനാ വൽ ഐബു ഫീനാ വമാലി സമാനിനാ ഐബുൻ സിവാന. ഏതിനും എന്തിനും നമ്മൾ കാലത്തെയാണ് കുറ്റം പറയുന്നത്. നഈബു സമാനൻ, അപ്പത്തെ കാലത്ത് മക്കൾ അങ്ങനെ. ഓനെന്തേ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മൾ കയ്യൊഴിയാൻ വേണ്ടി പറയുന്ന ഒരു വർത്താനാണ്. കാലം മാറിയില്ലേ, നമ്മൾ പിടിച്ചാൽ കിട്ടുന്നോടത്തല്ല മക്കള്. നഈബു സമാനന, നമ്മൾ കാലത്തെ കുറ്റം പറയുന്നു. സത്യത്തിൽ വൽ ഐബു ഫീന ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കവിതയാണ്. വെറുതെ കാലത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വൽ ഐബു ഫീന, നമ്മളെത്താ കുഴപ്പം. വമാലി സമാനിനാ ഐബുൻ സിവാനാ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവർ നമ്മളാണെന്നതാണ് കാലത്തിന്റെ കുഴപ്പം. കുറച്ച് നല്ല മനുഷ്യന്മാരായിരുന്നു ഇക്കാലത്തെങ്കിൽ ഈ കാലത്തെ മക്കളും ഇങ്ങനെ ആവൂല. എന്തേ കാലെങ്ങനായത്? നമ്മളാണ് ഇക്കാലത്ത് ജീവിക്കുന്നത് എന്നതാണ്. ആ കുട്ടികളെ തിരുത്തേണ്ട ബാധ്യതയുണ്ട്. സർവതന്ത്ര സ്വതന്ത്രരായിട്ട് അവരങ്ങനെ ആഘോഷിച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ നോക്കി നിൽക്കാൻ ഒരിക്കലും പറ്റില്ല. അവർക്ക് നല്ലത് പഠിക്കാനുള്ള അവസരം നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കണം. നല്ല മാർഗത്തിൽ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഗൈഡൻസ് ഒരു ബാപ്പയിൽ നിന്ന് കിട്ടണം, ഒരു ഉമ്മയിൽ നിന്ന് കിട്ടണം, ഒരു കുടുംബത്തിൽ നിന്ന് കിട്ടണം. ഇവിടെ അവധിക്കാലം എങ്ങനെങ്കിലുമൊക്കെ കുട്ടികളാണ്ട് അടിച്ചുപൊളിച്ച് ജീവിക്കട്ടെ എന്ന് വെക്കരുത്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറ, ശക്തമായ താക്കീതാണ്, ഗൗരവമേറിയ താക്കീതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറ,
നിങ്ങൾ നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യത്തിലും നിങ്ങൾ നരകത്ത് പോകാതിരിക്കാൻ നോക്കണം. നിങ്ങൾ വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ നരകത്തിന്റെ ഇന്ധനമെന്ന് പറയുന്നത് മനുഷ്യന്മാരാണ്. അതുപോലെ തന്നെ കത്തിക്കപ്പെടുന്ന കല്ലുകളുമാണ്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, കഠിനതരക്കാരായ വളരെ പരുഷ സ്വഭാവികളായ മലക്കുകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നരകത്തെ കാക്കാനും നോക്കാനും ഏൽപ്പിച്ചിട്ടുള്ളത്. മലക്കുകൾ എന്ന് പറയുമ്പോൾ വൃത്തമാതിരി ഏതെങ്കിലും തരത്തിലുള്ള റെക്കമെൻഡേഷനുകൾക്കോ അതല്ലെങ്കിൽ മറ്റ് സ്വാധീനങ്ങൾക്കോ വഴങ്ങൂല. ലാ യഅസൂനല്ലാഹ മാ അമറഹും, അല്ലാഹു ഒരു കാര്യം അവരോട് കൽപ്പിച്ചാൽ അവർ അതിനെതിരെ പ്രവർത്തിക്കൂല. വയഫ്അലൂന മാ യുഅ്മറൂൻ, മലക്കുകളോട് എന്താണോ അല്ലാഹു കൽപ്പിച്ചിട്ടുള്ളത് അത് എല്ലാ അർത്ഥത്തിലും പ്രാവർത്തികമാക്കുന്നവരാണ് മലക്കുകൾ. അത്തരം മലക്കുകളെയാണ് ആ നരകത്തിന്റെ പാറാവ് അല്ലാഹു ഏൽപ്പിച്ചിട്ടുള്ളത്. ആ നരകത്തിൽ പോകാതെ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങൾ കാക്കണമെന്ന് അല്ലാഹുവിൻ്റെ അലംഘനീയമായ കൽപ്പനയുണ്ട്. അത് നടപ്പിലാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒഴിവ് സമയങ്ങളിലാണെങ്കിലും അല്ലെങ്കിലും നമ്മളുടെ മക്കളുടെയും കുടുംബത്തിൻ്റെയും കാര്യങ്ങൾ ഇസ്ലാമികമായ ഒരു അന്തരീക്ഷത്തിൽ നിർവഹിക്കുവാനുള്ള ഒരു നേതൃത്വം നൽകാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഗഫൂറും റഹീമുമായ തമ്പുരാൻ നമുക്കേവർക്കും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗികളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമാശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ, ഉറ്റവർ ഉടയവർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുകയും അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ലോകമെമ്പാടും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസി സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات يا مجيب الدعوات ويا قاضي الحاجات. اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين.